പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. കർത്താവിന് നമ്മോട് പറയാനുള്ള ഒരു വാക്കൊന്ന് കേൾക്കാമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാനുള്ള ഒരു ഒറ്റ വാക്ക്: നിങ്ങൾ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ നിന്നെ സഹായിക്കും. പറ്റിയിരിക്കുക, എന്നോട് ചേർന്നിരിക്കുക. നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ പറ്റിയിരിക്കുവാൻ ഇഷ്ടം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരോടും നമുക്ക് സ്നേഹം നൽകുന്ന വ്യക്തിയോടുമാണ് നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരോട് ചേർന്നിരിക്കുവാനുമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ഇഷ്ടം. ഒരിക്കൽ ഒരു മകൾ തൻ്റെ സുഹൃത്തിനോട് ഫോണിൽ മണിക്കൂറോളം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചെന്ന് ഒരു അമ്മ വിളിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് ഗർജിക്കുവാനിടയായി. അതിന് കാരണം സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്തു. അതാണ് അതിൻ്റെ വിഷയം. പ്രിയ ദൈവമക്കളെ, ഈ മനുഷ്യ സ്നേഹ ബന്ധം ഒരിക്കലും നിലനിൽക്കുന്ന ഒരു ബന്ധമല്ല. അത് അല്പസമയത്തിന് മാത്രമാണ്. എപ്പോഴാണ് ആ ബന്ധം നമ്മിൽ നിന്ന് നഷ്ടമാകുന്നു എന്ന് നമുക്കാർക്കും പറയുവാൻ ഒരിക്കലും കഴിയത്തില്ല. ബന്ധങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ കർത്താവുമായി നീ പറ്റിയിരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ബന്ധമാണ് നിന്റെ ജീവിതത്തെ നിലനിൽക്കുന്നത്. കർത്താവ് നിന്നെ ഏതവസ്ഥയിലും കൈവിടുകയില്ല. നിന്റെ ഏതൊരു അവസ്ഥയിലും നിന്നോട് എപ്പോഴും ചേർന്നിരിക്കുന്ന ഒരേ ഒരു വ്യക്തി നസ്രേനായ യേശു ക്രിസ്തു മാത്രമാണ്. ആ ദൈവത്തിന് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. ആ ദൈവത്തിന് മാത്രമേ നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. നീ എത്ര തിരക്കുള്ള വ്യക്തിയായാലും നീ യേശുവിനോട് അല്പസമയം നിന്റെ സമയം ചിലവഴിക്കുന്നുവെങ്കിൽ, അവനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, അവൻ നിന്റെ സകല ആവശ്യങ്ങൾക്കും നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കും. നീ അവനോട് പറ്റിയിരുന്നാൽ മാത്രം മതി. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 91:14 നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. എത്രയോ മനോഹരമായ ഒരു വാക്യമാണ് 91 സങ്കീർത്തനം. യഹോവയിൽ ആശ്രയിക്കുന്നവന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് ഈ പാട്ടുകാരൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ 91 സങ്കീർത്തനം മോശയുടെ ഒരു പാട്ടാണ്. ആമേൻ. മോശയുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ആയിരുന്ന അവസ്ഥകളിലെല്ലാം ദൈവത്തോട് കൂടെ ചേർന്നിരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭക്തനായ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളിൽ നിന്നും ദൈവശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്നിരുന്ന മോശയുടെ ജീവിതത്തിൽ തൻ്റെ മുന്നിൽ കർത്താവ് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന പല അനുഭവങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരിക്കൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോന് സൈന്യവും. എന്നാൽ ഇസ്രായേൽ ജനം ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ മോശയോട് ഇസ്രായേൽ ജനം നിലവിളിക്കുകയാണ്: മിസ്രൈമിൽ ഞങ്ങൾ മരിച്ചിരുന്നുവെങ്കിൽ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് കൊല്ലാൻ കൊണ്ടുവന്നത് എന്തിനെ എന്ന് പറഞ്ഞ് മോശയോട് അവർ നിലവിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവഭക്തൻ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്നിരിക്കുവാനിടയായി. എന്നാൽ ഇങ്ങനെ ചോദിക്കുന്ന ജനത്തിന്റെ നടുവിൽ മോശ പതറിപ്പോയില്ല. തനിക്കറിയാം, ആമേൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, ആമേൻ, നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. തനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ ഞാൻ ആടുമേച്ച് മരുഭൂമിയിലായിരുന്നപ്പോൾ അവിടെ ആയിരുന്ന സ്ഥാനത്ത് ഞാൻ തകർന്നു പോകേണ്ടവനായിരുന്നു. എന്നാൽ വിക്കനായ എന്നെ ദൈവം ഈ വലിയ ദൗത്യത്തിന് വിളിച്ചാക്കിയെങ്കിൽ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ ആരിലാണ് പറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാൽ ഈ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. കാരണം ഞാൻ ദൈവത്തിലാണ് പറ്റിയിരിക്കുന്നത്. അതിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് ഒരിക്കലും എന്നെ കൈവിടത്തില്ല എന്ന ഉറപ്പ് മോശയ്ക്കുണ്ടായിരുന്നു. ആമേൻ. മോശയാണ് 91 സങ്കീർത്തനം എഴുതിയത്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. 90-91 മോശയാണ് ഈ സങ്കീർത്തനം പാട്ടെഴുതിയിരിക്കുന്നത്.
മോശ ശത്രുവിനെ കണ്ട് ആമേൻ ഹല്ല ഒരിക്കലും ഭയപ്പെട്ടില്ല. നിലവിളിക്കുന്ന ആമേൻ ഇസ്രായേൽ ജനത്തോട് മോശ പറയുകയാണ്, ആമേൻ നിങ്ങൾ കണ്ടോ, ദൈവം ഇറങ്ങി വന്ന് വിടിവിക്കുന്നത് നിങ്ങൾ ഇന്ന് കണ്ടുകൊള്ളുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് നീ പറ്റിയിരുന്നാൽ ദൈവ ശബ്ദം മാത്രം നീ കേട്ടാ മതി. ആമേൻ. മോശയ്ക്ക് ഉറപ്പുണ്ട്, എൻ്റെ ദൈവം വിളിച്ചിറക്കിയ ദൈവം എന്നെ വിടിവിപ്പാൻ ശക്തനാണെന്ന്. ഹല്ലേലൂയ. ദൈവം തൻ്റെ കയ്യിൽ നൽകിയ അധികാരത്തിന്റെ വടി താൻ ചെങ്കടലിന് നേരെ നീട്ടി. ദൈവ ശബ്ദം കേട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരത്തിന്റെ വടി ചെങ്കടൽ നേരെ നീട്ടി. ആമേൻ. ചെങ്കടൽ രണ്ടായി ചിറ പോലെ നിന്നു. അതിന്റെ നടുവിലൂടെ മോശയ്ക്കും ജനത്തിനും നടന്നു പോകുവാൻ ദൈവം ഒരു പെരുവഴി തുറന്നു കൊടുത്തു. വെള്ളം മതിലായി നിന്നു. ജനം കടൽ കൂടെ ഉണങ്ങിയ നിലത്തിൽ കൂടെ ജനം മറുകര വരെ നടന്നെത്തി. വൻ മതിലായിട്ട് വെള്ളം നിൽക്കുവാനിടയായി. പിന്നാലെ അനുഗമിച്ച ശത്രു സൈന്യം ചെങ്കടൽ മുങ്ങിപ്പോകുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നീ ദൈവത്തോടുകൂടെ ചേർന്നിരുന്നാൽ മാത്രം മതി. നിന്റെ ചുറ്റും ഏത് സൈന്യം ഇറങ്ങിയാലും അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതൽ, ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ? അതുകൊണ്ട് എനിക്ക് ചുറ്റും ആമേൻ ശത്രു സൈന്യം പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭാരപ്പെടത്തില്ല. എൻ്റെ ദൈവം ഇറങ്ങി എന്നെ വിടുവിക്കും. ആമേൻ. അവിടെ കർത്താവ് ഇറങ്ങി. ആമേൻ. സ്തോത്രം. അവരെ മുൻപിലുള്ള ചെങ്കടലിനെ കീറി മാറ്റി അവരെ വാഗ്ദത്തത്തിന്റെ മറുകരയിലേക്ക് കൊണ്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രം മതി. നിന്റെ മുന്നിൽ ഏതു വാതിലുകൾ അടഞ്ഞാലും, നിന്റെ മുന്നിൽ ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും നീ ആ പ്രതിസന്ധിയെ നോക്കരുത്. അടഞ്ഞിരിക്കുന്ന വാതിലിനെ നീ നോക്കരുത്. നീ ഉയരത്തിലെ അപ്പനെ നോക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ വടിയുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ വടിയുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരു വചനത്തിന്റെ വടിയുണ്ടല്ലോ. അതിനെ നീ വിശ്വാസത്തോടെ നിനക്ക് മുൻപിലുള്ള പ്രതിസന്ധിയിലേക്ക് നീ വിശ്വാസത്തോടെ നീട്ടുക. നിനക്ക് വേണ്ടി നീ അറിയാതെ ഒരു ചില വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. നിനക്ക് വേണ്ടി ദൈവം തുറക്കുമ്പോൾ ശത്രു സൈന്യം ലജ്ജിച്ച് തല താഴ്ത്തും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ലോകത്തോടും ലോകമോഹത്തോടും ജനത്തോടും സമ്പത്തോടും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിയം വെച്ച് പറ്റിയിരിക്കാറുണ്ട്. പക്ഷെ ഇവർക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിന്റെ മുന്നിലുള്ള ഏതൊരു പ്രതിസന്ധിയായിരുന്നാലും നീ വിശ്വാസത്തിന്റെ വടി നീട്ട്. നിന്റെ മുന്നിലുള്ള പ്രതിസന്ധി രണ്ടായിട്ട് കീറി മാറി അതിനകത്തൂടെ ഒരു പെരുവഴി സ്വർഗം നിനക്ക് തുറന്ന് നിന്നെ മറുകരയിലേക്ക് എത്തിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ നിൽക്കുന്ന പ്രതിസന്ധിയിൽ എന്നെ വിടിവിക്കാൻ സ്വർഗത്തുനിന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് ആമേൻ എന്നെ വിടിവിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ ഏത് വാതിലാണ് അടഞ്ഞിരിക്കുന്നത്? ജോലിയുടെ വാതിൽ അടഞ്ഞു പോയി നഷ്ടപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ വാതിൽ അടഞ്ഞവർ, സമ്പത്തിൽ തകർന്ന് ബാധ്യതകളായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ തകർന്നിരിക്കുന്നവർ ശബ്ദം കേൾക്കുന്നുണ്ട്. രോഗത്തിന്റെ ബന്ധനങ്ങളാൽ പിശാച് നിങ്ങളെ മുക്കി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പതറിയിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ നിമിഷത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, നീ ദൈവത്തോട് ചേർന്നിരിക്കുക. നിന്നെ വിടിവിപ്പാൻ സർവശക്തനായ ദൈവം സൈന്യമായി ഇറങ്ങി വന്നു. ശത്രു ലജ്ജിച്ച് തല താഴ്ത്തത്തക്കവണ്ണം സർവശക്തനായ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വചനപ്രകാരം സമർപ്പിക്കുക. നിന്റെ ഹൃദയത്തൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് യേശുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിക്കുക. ആ പരിശുദ്ധാത്മാവിനോടൊന്ന് ചേർന്നിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തും. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നീ ആ പ്രതിസന്ധിയെ നോക്കേണ്ട, അടഞ്ഞിരിക്കുന്ന വാതിലിനെ നോക്കേണ്ട. നിന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്ക്. നിന്നെ വിടുവിക്കുന്ന കർത്താവ് ഇറങ്ങി വരും. മോശെ അടുക്കൽ ഇറങ്ങി വന്ന് പ്രതിസന്ധിയെ
മാറ്റി മറുകരയിലേക്ക് എത്തിച്ച കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നു, നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ അതാർക്കും അടപ്പാൻ സാധ്യമല്ല. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, അതിനെ നോക്കി നീ നിരാശപ്പെടേണ്ട. യേശുവിനോട് നീ ചേർന്നിരിക്കുക. യേശുവിനോട് നീ പറ്റിയിരിക്കാൻ തയ്യാറാണോ? ആത്മാവിനോട് നീ ചേർന്ന് നടക്കാൻ തയ്യാറാണോ? ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ നീ ദൈവത്തോട് ചേർന്നിരിക്കുക. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ഈ നിമിഷം സംഭവിക്കും. നീ വിശ്വസിക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കർത്താവേ, ഈ ദൂത് ഏറ്റെടുക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിൽ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഇവരെ പ്രതിസന്ധി മാറട്ടെ, ഇവരെ നിന്ന മാറട്ടെ, ഇവരെ കഷ്ടങ്ങൾ മാറട്ടെ. ആമേ, തുറക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ സൈന്യം നിർവീര്യമായി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതുവഴികളെ തുറന്നു വരാൻ കൽപ്പിക്കുന്നു. ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവരെ ദൈവിക സമാധാനം, ആത്മാവിൽ നിന്നുള്ള ദൈവിക സമാധാനത്തെ, സ്വസ്ഥത ഇവരെ ജീവിതത്തിൽ, കുടുംബത്തിൽ കൽപ്പിക്കും, അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ശബ്ദം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ ദൂതുകൾ കേട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുള്ളൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വിഷയവും ഞങ്ങൾ അറിയിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.